സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എ ഹരികുമാറാണ്. സാർ നമസ്കാരം. നമസ്തേ ദീപദാസ്. സാർ, ഈ അടുത്ത കാലം വരെ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെയും ഡോളറാണ് ശക്തമായ കറൻസി എന്നാണ് വെയ്പ്പ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. സാർ, നമ്മുടെ സംശയം, ഡോളറിൻ്റെ വില ഇടിയുന്നുണ്ടോ? അതായത് ഡോളറിൻ്റെ വില ഇടിയുന്നു എന്ന് അമേരിക്കയ്ക്ക് പേടിയുണ്ടോ? അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും അങ്ങനെ അതിനൊരു തെളിവുണ്ടോ? ഡോളറിന്മേലുള്ള വിശ്വാസം മറ്റ് രാജ്യങ്ങളിലെ റിസർവ് ബാങ്ക് പോലെയുള്ള ബാങ്കുകൾക്ക് വിശ്വാസം നഷ്ടമായോ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംശയം ഇനി അങ്ങോട്ട് പോകുന്തോറും ഈ ഡോളർ മൂല്യം ഇടിയുമെന്ന് അമേരിക്ക തന്നെ ഭയപ്പെടുന്നുണ്ടോ? ഞാനൊരു 3-4 ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു പോയി. എല്ലാം ഡോളറുമായി സംബന്ധിച്ച് തന്നെയാണ്. സാറിനത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഡോളറിന്റെ വില ഇടിയുന്നുണ്ടോ എന്നൊരു ചോദ്യത്തിന് ചില കറൻസികളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഡോളറിന്റെ വില ഇടിയുന്നുണ്ട്, ചിലതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഡോളറിന്റെ വില ഉയരുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യൻ രൂപയായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഡോളറിന്റെ മൂല്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. ഡോളറിന്റെ ആവശ്യക്കാർ കുറയുന്നു എന്നുള്ള വ്യക്തമായ സൂചനയാണ് ആഗോളതലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാനീ പറയുന്നത് വെറുതെ ഒരു ഊഹാപോഹമല്ല. ഒഫീഷ്യൽ മോണിറ്ററി ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോറം എന്ന സംഘടന ലണ്ടൻ ആസ്ഥാനമായിട്ടുള്ള ഒരു സ്വതന്ത്ര ഏജൻസിയാണ്. ധനകാര്യ മേഖലയിൽ കൃത്യമായിട്ട് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ്. അവര് ഒരു ലോകമെമ്പാടുമുള്ള 90 സെൻട്രൽ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഉൾപ്പെടെയുള്ളത് ഒക്കെ സെൻട്രൽ ബാങ്കാണ്. അങ്ങനെ 90 സെൻട്രൽ ബാങ്കുകളിൽ അവരൊരു സർവേ നടത്തി. ആ സർവേയുടെ അടിസ്ഥാനത്തിൽ അവർ കണ്ടെത്തിയത് ലോകത്തിലെ പല സെൻട്രൽ ബാങ്കുകളും, ബഹുഭൂരിപക്ഷം സെൻട്രൽ ബാങ്കുകളും ഡോളറ് വാങ്ങിക്കുന്നത് കുറച്ചിട്ട് വൈവിധ്യമാർന്ന കറൻസികളുടെ ശേഖരം അവര് വാങ്ങിക്കുകയാണ്. എന്താണിത്? ഇപ്പൊ ബാങ്കുകൾക്കെല്ലാം ഒരു നിശ്ചിത തുക അതല്ലെങ്കിൽ നിശ്ചിത ഒരു മൂല്യം അവർ സൂക്ഷിച്ചിരിക്കും. അതാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ ചെയ്യും. അപ്പൊ അത് ലോകത്തിലെ ഓരോ റിസർവ് ബാങ്കുകളും സ്വർണമായിട്ട് സൂക്ഷിക്കും. അവരുടെ റിസർവ് കറൻസി എന്ന് പറയുന്നത് ഡോളർ ആയിരിക്കാം, സ്വർണത്തിലായിരിക്കും. അതുപോലെ തന്നെ ചൈനീസ് കറൻസി 2 ഉണ്ട്. റംനംബി എന്ന് പറയുന്ന അതുണ്ട്, യുവാനുണ്ട്. അപ്പൊ അതിലായിരിക്കാം, യൂറോയിലായിരിക്കാം. പണ്ട് ലോകത്തിലെ എല്ലാ സെൻട്രൽ ബാങ്കുകളും ഡോളർ ആയിരുന്നു അവരുടെ റിസർവായിട്ട് വെക്കുന്ന മൂലധനം. ഇന്ന് അത് മാറിയിട്ട് സ്വർണത്തിലേക്ക് എല്ലാ ബാങ്കുകളും മാറിയിരിക്കുന്നു. കൂടുതലും ഈ സ്വർണത്തിന്റെ ഇത്രയും അധികം വിലക്കയറ്റമൊക്കെ ഉണ്ടായെങ്കിലും ലോകത്തിലെ സെൻട്രൽ ബാങ്കുകളെല്ലാം തന്നെ ഡോളറിലേക്ക് മാറിയില്ല. പകരം അവര് സ്വർണം തന്നെ വാങ്ങിക്കാൻ തുടങ്ങി. ഇത് ഒരു പുതിയ പ്രവണതയായിട്ടാണ് കാണുന്നത്. അതായത് ഡോളർ ഇനിമേലിൽ ലോകത്തിൽ ഏറ്റവും പ്രിയമുള്ള വസ്തുവായിട്ട് തുടരുന്നില്ല. അത് ഒരു വസ്തുത. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ ഡോളറിന്റെ ആവശ്യക്കാർ കുറഞ്ഞു എന്ന് പറയുമ്പം അതിന്റെ ഒരു തെളിവാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ 90 രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകളിൽ നടത്തിയ സർവേ പ്രകാരം അവരുടെ റിസർവായിട്ട് വെച്ചിരിക്കുന്ന മൂലധനം അത് ഡോളർ അല്ല. എല്ലാവരും ഇപ്പൊ പ്രിഫർ ചെയ്യുന്ന സ്വർണം വാങ്ങിക്കാനും ഡോളറിനോടൊപ്പം റിസർവ് കറൻസിയായിട്ട് മറ്റു കറൻസികളും വാങ്ങിക്കാൻ തുടങ്ങി. ഇന്ത്യൻ രൂപ വരെ വാങ്ങിച്ച് വെക്കുന്ന കമ്പനികൾ ഉണ്ടായി തുടങ്ങി. പിന്നെ രണ്ടാമത്തെ വിഷയം, പല രാജ്യങ്ങളും ഡോളർ വിട്ടിട്ട് മറ്റു കറൻസികളിൽ അവർ ക്രയവിക്രയം നടത്താൻ തുടങ്ങി. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യ-റഷ്യ വ്യാപാരം, അതിപ്പോ ഡോളറിലല്ല അധികം നടക്കുന്നത്, രൂപയിൽ തന്നെയാണ്. ഈ അടുത്ത സമയത്ത് ബംഗ്ലാദേശിലുമായിട്ട് റഷ്യ നടത്തിയ വ്യാപാരം നടത്തിയപ്പോൾ റഷ്യ പറഞ്ഞു, നിങ്ങൾ രൂപയിൽ തന്നാ മതി എന്ന് പറഞ്ഞു, ഡോളർ വേണ്ടെന്ന്. അതുപോലെ തന്നെ UAE ഇന്ത്യ വ്യാപാരത്തിൽ ഒരു ചെറിയ ശതമാനമെങ്കിലും, അത്യാവശ്യം നല്ല ശതമാനം രൂപയിൽ തന്നെ ട്രാൻസാക്ഷൻ നടത്തുന്നു. UAE ദിറം ഇന്ത്യയും വാങ്ങിക്കുന്നു. അപ്പോ
ലോകം വ്യാപാരത്തിന് ഉപയോഗിക്കുന്ന ഏക കറൻസി ആയിട്ടുള്ള ഡോളറിൽ നിന്നും വൈവിധ്യമാർന്ന കറൻസികളിലേക്ക് ലോകം മാറിയിരിക്കും. റഷ്യയും ചൈനയും തമ്മിലുള്ള വ്യാപാരം ചൈനീസ് കറൻസിയിൽ വലുതായിട്ട് നടക്കുന്നു. ഇന്ത്യയും ചൈനീസ് കറൻസിയിൽ വ്യാപാരം നടത്തുന്നുണ്ട്. അപ്പോ വിവിധ കറൻസികളുടെ ഒരു ബാസ്ക്കറ്റ് ആണ് ഇന്ന് ലോകത്തിൽ മിക്ക രാജ്യങ്ങളും ക്രയവിക്രയങ്ങൾക്കായി ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതാണ് ഒരു വലിയ വ്യത്യാസം ഇപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഡോളറിനുള്ള അത്യാവശ്യം കുറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മറ്റു കറൻസികളിലും ഇപ്പൊ വ്യാപാരം നടക്കും. ആ സ്ഥിതി എത്തിയിരിക്കുന്നു. ഈ ഡോളറിന് യഥാർത്ഥത്തിൽ ഇത്രയധികം പ്രാധാന്യം ഉണ്ടാക്കി കൊടുത്തത് ഈ ഗൾഫ് രാജ്യങ്ങളാണ്. പെട്രോളിയം, പ്രത്യേകിച്ച് ഈ ഒപ്പക് രാജ്യങ്ങള്, അതായത് ഓയിൽ എക്സ്പോർട്ടിംഗ് രാജ്യങ്ങളും അതുകൂടാതെ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്നുള്ളതാണ് ഒപ്പക് എന്നുള്ള സംഘടന. അതുപോലെ തന്നെ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗൾഫ് രാജ്യങ്ങളും അവരുടെ ട്രാൻസാക്ഷൻസ് ഡോളറിൽ മാത്രമേ അവർ നടത്തൂ എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് ഡോളറിന് ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും അധികം സ്വാധീനമുണ്ടായത്. ഈ സ്വാധീനം കൊണ്ടുള്ള ഒരു പ്രയോജനം അമേരിക്കയുടെ ഒരു ശക്തിയായി ആണ് ലോകത്തിൽ. അതായത് അമേരിക്കയുടെ കറൻസി വാങ്ങാൻ എപ്പോഴും ആളുണ്ട്. അത് കാരണം അമേരിക്കയുടെ കറൻസി ഇഷ്ടംപോലെ അവർ അടിച്ച്, ഇപ്പൊ നമ്മൾ വെറുതെ രൂപ അങ്ങ് അടിച്ചോ പ്രിന്റ് ചെയ്തുകൊണ്ടിരുന്ന അത് രൂപയുടെ മൂല്യം കുറയത്തേ ഉള്ളൂ. കാരണം രൂപ ആർക്കും വേണ്ട. അങ്ങനെ പണ്ടൊന്നും ഒട്ടുമേ വേണ്ടായിരുന്നു. ഇപ്പൊ പിന്നെയും ഈ രൂപയ്ക്ക് ആവശ്യക്കാരുണ്ട്. പക്ഷെ ഡോളറിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഡോളർ എത്ര പ്രിന്റ് ചെയ്താലും അതിന് വാങ്ങാനാവും. ഈ അമേരിക്കയ്ക്ക് നമ്മൾ പലരും വിചാരിക്കുന്ന പോലല്ല അമേരിക്കയ്ക്ക് വലിയ കടമുള്ള രാജ്യം. അമേരിക്കയുടെ മൊത്തം കടമായിട്ട് കണക്കാക്കപ്പെട്ടിരിക്കുന്ന ഇപ്പോൾ 40 ട്രില്യൺ TRILLION, അതാണ് ട്രില്യൺ. ഒരു ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1000 ബില്യൺ ആണ്. BILLION. അപ്പോൾ ഈ ഇത്രയും ഭീമമായ കടമുള്ള അമേരിക്കയ്ക്ക് എന്നാലും കുഴപ്പമില്ല. കാരണം പിന്നെ അമേരിക്കയ്ക്ക് കടം കിട്ടും. അപ്പോൾ ഒരു കടം വാങ്ങിച്ച് പഴയ കടം മെച്ചൂറാകുമ്പോൾ പുതിയ കടം വാങ്ങിച്ച് പഴയ കടം വീട്ടാം. അമേരിക്കയുടെ ഡോളർ എല്ലാവർക്കും ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഫെഡറൽ റിസർവ് ഇറക്കുന്ന കടപ്പത്രങ്ങൾ ലോകത്തിൽ എല്ലാവർക്കും ആവശ്യം. അപ്പം ഇപ്പൊ ഡോളറിന്റെ മൂല്യം കൂടി നിൽക്കുകയാണ് താരതമ്യേന. അപ്പൊ അതിന്റെ കാരണം എന്താണ്? ഡോളർ അമേരിക്കയുടെ സമ്പദ്ഘടനയുടെ ശക്തിയല്ല. അമേരിക്കൻ ഫെഡറൽ റിസർവ് ഈ പലിശ വലിയ രീതിയിൽ പലിശ കൊടുക്കുന്നു. ആ പലിശ നിരക്ക് വളരെ കൂടുതൽ. അതായത് അമേരിക്കയുടെ കടപ്പത്രം നമ്മൾ കടപ്പത്രത്തിൽ കൊണ്ടുപോയി നമ്മൾ നിക്ഷേപിച്ചാൽ നമുക്ക് വലിയ പലിശ കിട്ടും. ആ പലിശ കാരണമാണ് കൂടുതൽ നിക്ഷേപം അമേരിക്കയിലോട്ട് പോകുന്നത്. അപ്പം ഇതൊക്കെയാണ് ഞാൻ അടിസ്ഥാന സാമ്പത്തിക കാരണങ്ങൾ. ഇനി നമുക്ക് ഈ ഡോളർ ആർക്കും വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ആദ്യം 2 കാരണം പറഞ്ഞത് റിസർവ് ബാങ്കുകൾ ഇതൊന്നും വാങ്ങിക്കുന്നില്ല. പിന്നെ ഇപ്പോഴത്തെ വേറൊരു സൂചന, ഒരു തെളിവ്, ഞാൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ നടത്തി ഡോളർ ഇപ്പൊ അധികം ആർക്കും ആവശ്യമില്ല. അതിന് രണ്ടാമത്തെ തെളിവ് ഞാൻ തരാം. രണ്ടാമത്തെ തെളിവ്, ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ്, ഒരാഴ്ച ആയിട്ടില്ല, ജപ്പാന്റെ കറൻസിയുടെ മൂല്യം അങ്ങ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി ജപ്പാൻ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അമേരിക്കൻ ട്രഷറി ബോണ്ട് വാങ്ങിച്ചിട്ടുള്ള രാജ്യമാണ് ജപ്പാൻ. ഏതാണ്ട് $1 ട്രില്യൺ ട്രഷറി ബോണ്ട് അമേരിക്കയുടെ കൈവശം, അമേരിക്കയുടെ ട്രഷറി ബോണ്ട് ജപ്പാന്റെ കൈവശം. ഈ ട്രഷറി ബോണ്ട് മാർക്കറ്റിൽ വിൽക്കാൻ അവർ തീരുമാനിച്ചു. എന്തിനാണ്? അത് ഞാൻ പറയാം. ഇപ്പൊ അമേരിക്കയുടെ $1 ട്രില്യൺ, അതായത് 1000 ബില്യൺ ഡോളർ മൂല്യമുള്ള ട്രഷറി ബോണ്ട് ജപ്പാന്റെ കയ്യിലിരിക്കും. ജപ്പാൻ തീരുമാനിക്കുന്നു നാളെ രാവിലെ നമുക്ക് ഒരു 20 ബില്യൺ ഡോളർ മൂല്യമുള്ള ബോണ്ട് മാർക്കറ്റിൽ വിൽക്കാം. അങ്ങനെ ഇത് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കും. വിറ്റിട്ട് എന്ത് ചെയ്യും? അതിന്റെ പൈസ അവർക്ക് കിട്ടും ഡോളറായിട്ട്. ആ ഡോളർ അവർ പിന്നെ മാർക്കറ്റിൽ കൊടുത്തിട്ട് ആ ഡോളറിന് തുല്യമായ yen വാങ്ങിക്കും. അപ്പൊ അത്രയും 20 ബില്യൺ ഡോളറിന് തുല്യമായ yen വാങ്ങിക്കുമ്പോൾ യെന്നിന് ആവശ്യക്കാർ അന്നത്തെ ദിവസം കൂടും. ആവശ്യക്കാർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? യെന്നിന്റെ മൂല്യം വർദ്ധിക്കും. ഇവര് ഈ 20 ബില്യൺ ഡോളർ മാർക്കറ്റിലോട്ട് ഇറക്കുമ്പോൾ ഡോളറിന്റെ ലഭ്യത വർദ്ധിക്കും.
ഇച്ചിരി കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള കാര്യം. എന്നാലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരുടെ കയ്യിലിരിക്കുന്ന ബോണ്ട് വിറ്റ് കിട്ടിയ ഡോളർ അവർ മാർക്കറ്റിലോട്ട് ഇറക്കിയിട്ട് yen വാങ്ങിക്കുന്നു. അപ്പൊ അത്രയും ഡോളർ മാർക്കറ്റിൽ വരിക. ഇത് തുടർച്ചയായിട്ട് അവർ 5 ദിവസം ചെയ്യുന്നു എന്നിരിക്കുക. $100 ബില്യൺ അവർ മാർക്കറ്റിൽ കൊണ്ടിറക്കും. പെട്ടെന്ന് ഡോളറിന്റെ വില താഴും, ഡോളറിന്റെ ലഭ്യത മാർക്കറ്റിൽ കൂടും. ഇങ്ങനെ ജപ്പാൻ തന്നെ വാങ്ങിക്കുക ആയതുകൊണ്ട് എന്നിന്റെ ലഭ്യത കുറയും. ഡോളറിന്റെ ലഭ്യത കൂടിയാൽ എന്ത് സംഭവിക്കും? ഡോളറിന്റെ മൂല്യം താഴോട്ട്. അത് വേറൊരു സൂചനയും കൊടുക്കും, ഡോളർ ഇനി ആർക്കും ആവശ്യമില്ല. ഇത് അമേരിക്ക മനസ്സിലാക്കി. അപ്പൊ അമേരിക്ക എന്ത് ചെയ്തു? അമേരിക്ക ജപ്പാനോട് പറഞ്ഞു, നിങ്ങളുടെ കൈവശമുള്ള ഞങ്ങളുടെ കടപ്പത്രം നിങ്ങൾ വിൽക്കേണ്ട, പകരം നിങ്ങളിപ്പം മാർക്കറ്റിൽ നിന്ന് yen വാങ്ങിക്കുകയാണ്, അത് ഞങ്ങൾ ചെയ്യാം. അതെങ്ങനെ? അമേരിക്കയുടെ കൈവശമുള്ള യൂറോ ബോണ്ടുകൾ, യൂറോപ്യൻ യൂണിയന്റെ ബോണ്ടുകൾ, അത് അവർ വിറ്റിട്ട് അവരുടെ കയ്യിൽ യൂറോ, ആ യൂറോ കൊടുത്ത് അവർ yen വാങ്ങിച്ചു. അപ്പൊ ഡോളർ സ്പർശിക്കപ്പെട്ടില്ല, യൂറോയുടെ വില കുറച്ചൊന്നും ഇടി, എന്നാലും വലിയ പ്രശ്നമൊന്നും വരില്ല. അപ്പൊ അമേരിക്ക ഇങ്ങനെ ഒരു ഇടപെടൽ മറ്റൊരു രാജ്യത്തെ കറൻസിയെ താങ്ങാൻ വേണ്ടി നടത്തുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അത് ചെയ്തത്? അമേരിക്കയ്ക്ക് മനസ്സിലായി, വലിയ ഇപ്പൊ സെൻട്രൽ ബാങ്കുകൾ ആണെങ്കിൽ ഡോളർ വാങ്ങിക്കുന്നത് വളരെ കുറച്ചു. ഇതാ മറ്റൊരു രാജ്യം നൂറുകണക്കിന് കോടി ഡോളറുകൾ മാർക്കറ്റിൽ കൊണ്ട് ഡംപ് ചെയ്യാൻ പോകും. ഇത് അപകടമാണ്. അമേരിക്കയുടെ ഒരു പ്രാധാന്യം, ഡോളറിന്റെ പ്രാധാന്യം നഷ്ടപ്പെടുന്ന ഒരു പരിപാടിയാണ്. എന്തായാലും ഇത് നടക്കണ്ട, അതിന് പകരം നമുക്കങ്ങ് ജപ്പാനെ ഒന്ന് സഹായിച്ചു നോക്കാം. ഞാൻ പറഞ്ഞു വന്നത് ഈ ഡോളറിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇടിവിനെ കുറിച്ചാണ്. ഇപ്പൊ ഡോളർ കൈവശം വേണമെന്ന് ആർക്കും ഇപ്പൊ നിർബന്ധമില്ലാത്ത അവസ്ഥയിലേക്ക് പതുക്കെ കാര്യങ്ങൾ എത്തുന്നുണ്ട്. അതാണല്ലോ ഞാൻ ആദ്യമേ പറഞ്ഞു, പെട്രോളിയം ഇപ്പൊ പല രാജ്യങ്ങളും, ഗൾഫ് രാജ്യങ്ങളും ഒരു തീരുമാനം എടുത്തു, പഴയതുപോലെ അല്ല. അവര് ഡോളറിൽ മാത്രമല്ല ട്രാൻസാക്ഷൻ നടത്തുന്നത്, മറ്റു കറൻസികളിലും ട്രാൻസാക്ഷൻ നടത്താം എന്നൊരു തീരുമാനത്തിലേക്ക് ഗൾഫും ഒപ്പയ്ക്ക് വിശാലമായ അടിസ്ഥാനത്തിലും എത്തിക്കഴിഞ്ഞിരിക്കും. പിന്നെ പല രാജ്യങ്ങളിലും ഈ സ്വർണം ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ടാണ് സ്വർണത്തിന്റെ വില കൂടിയത്. അല്ലാതെ നമ്മളാരും പോയി ആഭരണം ദൈനംദിനം കൂടുതൽ വാങ്ങിക്കുന്നതുകൊണ്ടൊന്നും അല്ല. സ്വർണത്തിന്റെ വില മാർക്കറ്റിൽ കൂടിയത് ലോകത്തിലെ സെൻട്രൽ ബാങ്കുകൾ പലതും ഡോളർ ഉപേക്ഷിച്ചിട്ട് അവരുടെ റിസർവ് കറൻസി ആയിട്ട്, ഫോറിൻ എക്സ്ചേഞ്ച് വിദേശ നാണ്യ റിസർവ് ആയിട്ട് അവർ സൂക്ഷിക്കാൻ തുടങ്ങിയത് പല കറൻസികളായി. അതിനോടൊപ്പം അവര് ആ കറൻസികളേക്കാൾ കൂടുതൽ മൂലധനമായിട്ട് ഈ സ്വർണം പ്രിഫർ ചെയ്യാൻ തുടങ്ങി. സ്വർണമാണെങ്കിൽ അതിന്റെ മൂല്യം ഒരിക്കലും ഇടിയില്ല, എപ്പോ വേണമെങ്കിലും വിൽക്കാം. അതൊരു കറൻസി പോലെയാണ്. നമ്മുടെ വീടുകളിലൊക്കെ ഒരു സ്വർണം പഴയ കാലത്ത് പെണ്ണുങ്ങൾ വാങ്ങിച്ചു വെക്കുന്നതിന് ഒരു വലിയ കാരണം, ഒരു അത്യാവശ്യം വന്നാൽ സ്വർണം കൊണ്ടുപോയി പണയം വെക്കാം, നല്ല തുക കിട്ടും പണയം വെച്ചാൽ, എടുക്കാൻ ഇഷ്ടം പോലെ ആളുണ്ട്, വിൽക്കണമെങ്കിലും വിൽക്കാം. ഏതൊരു സാധാരണക്കാരനും എപ്പോഴും ആശ്രയിക്കാവുന്ന ഒരു അസറ്റാണ്. ഇപ്പൊ നമുക്ക് എറണാകുളം നഗരത്തിലോ തിരുവനന്തപുരം നഗരത്തിലോ നമുക്ക് 10 സെന്റ് ഭൂമിയുണ്ട്, വലിയ കോടികൾ കിട്ടുമെന്നിരിക്കാം. പക്ഷെ പെട്ടെന്ന് ട്രാൻസാക്ഷൻ നടക്കുന്ന അത്ര എളുപ്പമല്ല, ഒരുപാട് കടമ്പകളുണ്ട് അതിനകത്ത്. സ്വർണത്തിന്റെ കാര്യത്തിൽ അതൊന്നുമില്ല. നേരെ സാധനമായിട്ട് എടുത്ത് കടയിലോട്ട് ചെല്ലുക, അല്ലെങ്കിൽ മറ്റ് അത് വാങ്ങിക്കുന്ന ബാങ്കുകളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ലിക്വിഡിറ്റിയാണ് സ്വർണത്തിനെ സംബന്ധിച്ചിടത്തോളം അതിനെ പ്രിയമാക്കുന്നത്. അത് വ്യക്തിക്കാണെങ്കിലും രാജ്യങ്ങളെ നിയന്ത്രിക്കുന്ന സെൻട്രൽ ബാങ്കുകൾക്കാണെങ്കിലും ഒക്കെ അത് തന്നെയാണ് അവരുടെ ഇഷ്ടം. അപ്പോ ഈ ഒരു മാറ്റത്തിലേക്ക് ലോകം കടന്നിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഡോളറിന്റെ മൂല്യം കൂടാൻ ഈ പറയുന്ന നുണുക്ക് വിദ്യകൾ കൊണ്ടൊന്നും കഴിയില്ല എന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞു. ഇനി മറ്റൊരു സംഭവം, ഈ തൽക്കാലം ഡോളറിന്റെ വില ഇടിയാതെ നിന്നത് ഈ ലോകത്തിൽ നിലനിൽക്കുന്ന അസ്ഥിരതകളും യുദ്ധങ്ങളും ഒക്കെ കാരണം പലരും അവരുടെ ഡെപ്പോസിറ്റ് അമേരിക്കയിൽ കൊണ്ടിട്ടിരുന്നു. പക്ഷേ ഇനി എപ്പോഴും അതങ്ങനെ നിൽക്കണമെന്നില്ല. അമേരിക്കയുടെ സമ്പദ്ഘടനയ്ക്ക് ഒരു ചെറിയ ഇളക്കം തട്ടുന്നു എന്നുള്ള സൂചനകൾ വന്നാൽ തന്നെ ലോകം പെട്ടെന്ന് ഈ കറൻസി മാറ്റിയിട്ട് മറ്റൊരു കറൻസിയിലേക്ക് പോകാനുള്ള പ്രവണത കാണിക്കും. ഇപ്പം ഗൾഫും ചൈനയും തമ്മിൽ നടക്കുന്ന പല വ്യാപാരങ്ങളിലും റംനൻബിയുടെ അഥവാ യുവാന്റെയോ ഒക്കെ യുവാനിലാണ് പേയ്മെന്റ് നടത്തുന്നത്. കാരണം ലോകത്തിലെ പല രാജ്യങ്ങൾക്കും
ചൈനയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കേണ്ടതുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിൽ ഈ ചൈനീസ് കറൻസി ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചൈനയിൽ നിന്നും ഇടപാട് നടത്താൻ നമുക്ക് ഈ കറൻസി ഉപകാരപ്പെടും. അത് ഡോളറിൽ വേണമെന്നില്ല. അപ്പൊ ഉൽപാദക രാജ്യങ്ങൾ ലോകത്തിൽ പുതുതായിട്ട് ഉണ്ടാകുമ്പോൾ ഇപ്പൊ ഇന്ത്യ വലിയ തോതിൽ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ജൂണിലൊക്കെ ഇന്ത്യയുടെ എക്സ്പോർട്ട് ജൂൺ ജൂലൈ മാസത്തിലെ സർവകാല റെക്കോർഡ് 240 ബില്യൺ ആയിട്ട് കുതിച്ചുയർന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കൂടുതൽ എക്സ്പോർട്ട് പല രാജ്യങ്ങളും നടത്തുമ്പോൾ രൂപ കയ്യിൽ വെക്കാനും ഈ ഇന്ത്യയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന രാജ്യങ്ങൾ തയ്യാറാവും. കാരണം അവർക്ക് ഇന്ത്യൻ ഉൽപ്പന്നം വാങ്ങിക്കാൻ ഇത് ഉപയോഗപ്പെടും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഡോളറിന്റെ ഒരു അപ്രമാദിത്വം അവസാനിക്കാൻ പോവുകയാണെന്നുള്ള സൂചനയാണ് ഇന്ന് പുറത്തു വരുന്നത്. അമേരിക്ക ഇത് വളരെ വേഗം തന്നെ തിരിച്ചറിയുന്നുണ്ട്. അമേരിക്കയ്ക്ക് ഒരു വലിയ ഭയമുണ്ടായിരുന്നു. ബ്രിക്സ് രാജ്യങ്ങൾ ചേർന്നിട്ട് ഒരു കോമൺ കറൻസി പുറത്തിറക്കുന്നു. ഇന്ത്യ, റഷ്യ, ചൈന, ബ്രസീല്, ഇതുപോലൊക്കെയുള്ള രാജ്യങ്ങൾ ചേർന്ന്, ഇറാന്, ഇവരെല്ലാം കൂടെ ചേർന്നൊരു കറൻസി എടുത്താൽ പുറത്തിറക്കിയാൽ ലോകത്തിന്റെ വ്യാപാരം ആ കറൻസിയിൽ ഒരൊറ്റ നിമിഷം കൊണ്ട് തന്നെ ഒരു 20-25% വ്യാപാരം ആ കറൻസിയിലേക്ക് മാറും. ലോകത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചറാണ് ചൈന. അതുപോലെ ഇന്ത്യ ഒട്ടും മോശമല്ല. പ്രത്യേകിച്ച് ഫാർമസ്യൂട്ടിക്കൽ രംഗം, അതുപോലെ ഇലക്ട്രോണിക്സ്, ഇതിലൊക്കെ ഇന്ത്യ വലിയ മാനുഫാക്ചറാണ്. ഇറാനും റഷ്യയും വലിയ ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളാണ്, പെട്രോളിയം. അതുമാത്രമല്ല, റഷ്യ ലോകത്തിലെ വലിയ ആയുധ നിർമ്മാതാവ്. സ്വാഭാവികമായിട്ടും അമേരിക്ക ഇത് ഭയക്കുന്നു. തൽക്കാലം ഈ കോമൺ കറൻസിയിലോട്ട് ഇന്ത്യ സമ്മതം പ്രകടിപ്പിച്ചിട്ടില്ല. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് അതിന്റെ കറൻസിയിലേക്ക് അനുകൂലമായ ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ തീർന്നു ഡോളറിന്റെ കഥ. അപ്പൊ അമേരിക്കയ്ക്ക് ഇതെല്ലാം തിരിച്ചറിഞ്ഞു. ഇതാണ് ഇപ്പോഴത്തെ ഒരു ലോകത്തിന്റെ ഒരു ലോകത്തെ സമ്പദ്ഘടനയുടെ ഒരു തൽക്കാലത്തെ അവസ്ഥ. അപ്പോ തീർച്ചയായിട്ടും അമേരിക്ക ഭയന്ന് തന്നെ ഇരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു അമേരിക്കയുടെ ഈ ഡോളറിന്റെ ആധിപത്യം കൂടുതൽ താഴോട്ട് പോകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അപ്പോ പുതിയ സാമ്പത്തിക കൂട്ടായ്മകൾ വരുന്നു, പുതിയ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്സ് വരുന്നു. സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് വെല്ലുവിളിയായിട്ട് പുതിയ കറൻസികൾ ഡോളറിന് വെല്ലുവിളിയായിട്ട് ഉയർന്നു. അപ്പം ഇത് ഒരു ദിവസം കൊണ്ടൊന്നും ഡോളർ പോകുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വരുന്ന ഒരു 10 തൊട്ട് 15 കൊല്ലത്തിനിടയിൽ ഡോളറിന്റെ ഇന്ന് ലോകത്തുള്ള മേധാവിത്വം അതിന്റെ ഒരു 25% താഴോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് നമുക്ക് വെക്കാം. അപ്പൊ ഇതാണ് ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ, ഈ മേഖലയിൽ ഉണ്ടാകുന്ന പുതിയ ചലനങ്ങളും പുതിയ വാർത്തകളും പുതിയ വിശകലനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലെത്താം. എല്ലാവർക്കും നമസ്കാരം.